ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ലേൺ. എൻ്റെ പേര് രേഷ്മ. ഇന്നലെ ഞാൻ 10th ബയോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് പാർട്സ് ഇട്ടിരുന്നു, കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് അതിൻ്റെ ബാക്കി നമ്മൾ ഇന്നലെ ന്യൂറോൺ എന്ന് പറഞ്ഞ ന്യൂറോൺ സ്ട്രക്ചർ വരെയാണ് എടുത്തത്. അതിൻ്റെ ബാക്കി കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇന്നലെ നമ്മൾ ന്യൂറോണിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇന്ന് നമ്മൾ ഇമ്പൾസിൻ്റെ ജനറേഷനും അതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂറോൺസിലൂടെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലേക്കും ബ്രെയിനിൽ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്കും എത്തുന്നത്. അപ്പം ഈ ന്യൂറോണിലെ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ന്യൂറോണിൻ്റെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ന്യൂറോണിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഇമ്പൾസിൻ്റെ ജനറേഷൻ ട്രാൻസ്മിഷനാണ്. അപ്പോൾ നമുക്കറിയാം, ന്യൂറോൺ ഒരു സെല്ലാണ്, നെർവ് സെല്ലാണ് ന്യൂറോൺ. അപ്പോൾ സെല്ലിന് ഒരു സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ, അതുപോലെ ന്യൂക്ലിയസ്, ഇതാണ് സെല്ലിൻ്റെ മെയിൻ പാർട്സ്. അപ്പോൾ സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് പ്ലാസ്മ മെംബ്രെയിനിൽ വരുന്ന ചാർജിൻ്റെ ഡിഫറൻസ് കാരണമാണ് നമ്മുടെ ഈ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുമ്പോൾ നോർമലി പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് ദ സർഫസ് പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നെഗറ്റീവ് ചാർജും ആയിരിക്കും നോർമലി. ഈ ഔട്ട്സൈഡിലുള്ള പോസിറ്റീവ് ചാർജും ഇൻസൈഡിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ വേരിയേഷൻ കാരണമാണ് ഇമ്പൾസ് ന്യൂറോൺ ടു ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സ്റ്റേജിൽ ഔട്ട്സൈഡിൽ പോസിറ്റീവ്, ഇൻസൈഡിൽ നെഗറ്റീവ് ആയിരിക്കും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇമ്പൾസ് എത്തി സ്റ്റിമുലേറ്റഡ് ആയാൽ, ഒരു നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ സ്റ്റിമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽസ് എല്ലാം എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് പ്ലാസ്മ മെംബ്രെയിനിൽ ഔട്ട്സൈഡിലുള്ള പോസിറ്റീവ് ചാർജസ് നെഗറ്റീവും, അതിൻ്റെ ഫലമായിട്ട് ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജസ് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സെല്ലിൽ, ഇപ്പോൾ നെർവ് സെല്ലിൽ ഒരു ന്യൂറോൺ ചാർജ് ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തുള്ള അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ന്യൂറോൺസിനെല്ലാം ചാർജ് ഡിഫറൻസ് ഉണ്ടാവും. ഈ അഡ്ജസൻറ്റ് ന്യൂറോൺസിൻ്റെയും ഈ ന്യൂറോണിൻ്റെയും ഈ ചാർജിൻ്റെ വേരിയേഷൻ കാരണമാണ് നമ്മുടെ ഇമ്പൾസ് നെർവ് ടു നെർവ് ഓർ ന്യൂറോൺ ടു ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇമ്പൾസ് ഇലക്ട്രിക് ചാർജസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ ചാർജിൻ്റെ ഡിഫറൻസ് ആണ്. അതാണ് നമ്മുടെ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, എങ്ങനെ ഒരു ഇമ്പൾസ് നെർവ് ടു നെർവ് അല്ലെങ്കിൽ ന്യൂറോൺ ടു ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഡ്യൂ ടു ദ ചാർജ് ഡിഫറൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അതാണ് നമ്മുടെ. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് 3 ടോപ്പിക്സ് ഓർക്കേണ്ടത്. ചാർജസ് ഓൺ either സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ രണ്ട് സൈഡിലുള്ള ചാർജ് ഇനിഷ്യലി എങ്ങനെ ആയിരിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ചാർജ് ഡിഫറൻസ് എന്താണ്, അത് കാരണമാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് നടക്കുന്നത്. അപ്പം അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സിനാപ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ന്യൂറോണിൽ നിന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന്. അപ്പം എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ റിസപ്റ്റേഴ്സിൽ സ്റ്റിമുലായി എത്തുന്നു, അത് കാരണമായിട്ട് റിസപ്റ്റേഴ്സ് തന്നെ ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിൽ എത്തുന്നു, ബ്രെയിൻ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ആ റെസ്പോൺസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സും ആക്ഷൻസും നടക്കുന്നത്. അത് കാരണമാണ് നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ആക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചത്. അപ്പം ഇവിടെ സിനാപ്സ് എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ്. സിനാപ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂറോൺ പഠിച്ചപ്പം സിനാപ്സ് ആയിട്ട് ബന്ധമുള്ള ഒരു പേര് പഠിച്ചല്ലേ, സിനാപ്റ്റിക് നോവ് എന്ന്. ന്യൂറോണിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂറോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരു ഫ്ലോ പഠിച്ചപ്പോൾ ന്യൂറോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സിൽ നിന്നാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോവിൽ നിന്നാണ് നമ്മൾ കണ്ടു. സിനാപ്റ്റിക് നോവിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പൾസ് ന്യൂറോണിൽ നിന്ന് ന്യൂറോണിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോവാണ് ലാസ്റ്റ് ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്താണ് സിനാപ്സ്, എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ നടക്കുന്നത്, എങ്ങനെയാണ് ന്യൂറോൺ ഈ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പം സിനാപ്സ് എന്താണ്? സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സിനാപ്സിൻ്റെ ഡെഫിനിഷൻ. എന്താണ്? സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ സെൽസ്, a neuron and a muscle cell, a neuron and a glandular cell. അപ്പോൾ അതിലേക്കും എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം 2 ന്യൂറോൺസ് തമ്മിൽ ട്രാൻസ്മിഷൻ നടക്കാം, ന്യൂറോൺ ടു എ ഗ്ലാൻഡുലർ സെല്ല് തമ്മിൽ ട്രാൻസ്മിഷൻ നടക്കാം, അല്ലെങ്കിൽ ന്യൂറോൺ ടു മസിൽ സെല്ല് തമ്മിൽ നടക്കാം.
അപ്പം എല്ലാ സെൽസിലും നോർമലായിട്ട് ഉള്ള പോലെ തന്നെയുള്ള പാർട്സ് ആണുള്ളത്. സോ സിനാപ്റ്റിക് നോബ് എന്ന് ഡെൻഡ്രൈറ്റിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ ഒക്കർ ചെയ്യുന്നത്. ആ ഒരു ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പം ഒരു രണ്ട് ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ സെല്ലിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ മറക്കത്തില്ലല്ലോ, എന്താണ് സിനാപ്സ് എന്നുള്ളത്. അപ്പോൾ സിനാപ്സിലൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആ ജംഗ്ഷന് പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പം എങ്ങനെ ഇനി നടക്കുന്നു? അപ്പം നമ്മുടെ ഇമ്പൾസ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമ്മുടെ ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങനെയായിരുന്ന ഫ്ലോ? ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബിൽ വന്ന് നിൽക്കുവാണ്. ഇനി അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് നമ്മളിത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമ്മുടെ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത അഡ്ജസൻ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനാണ് സിനാപ്സ്. അപ്പോൾ അവിടാണ് ഈ ട്രാൻസ്മിഷൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നമ്മുടെ ഇമ്പൾസ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ സിനാപ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ജംഗ്ഷനിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ജംഗ്ഷനിലെത്തി ആ ന്യൂറോ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഹെൽപ്പോടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ് ആൾവേസ് സെക്രീറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കാരണമാണ് നെക്സ്റ്റ് അഡ്ജസൻ്റ് ആയിട്ട് ഇരിക്കുന്ന ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സ് സ്റ്റിമുലേറ്റ് ആയി ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോ നടക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ് മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ഇതിൻ്റെ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കത്തെ ജംഗ്ഷന് പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പൾസ് എത്തി സിനാപ്റ്റിക് നോബിലെത്തി. ആ സിനാപ്റ്റിക് നോബിലെത്തുമ്പോഴത്തേക്ക് സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ ജംഗ്ഷനിലേക്ക് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഇതാണ് എന്താണ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ സിനാപ്സ് എന്താണ് പഠിച്ചു? സിനാപ്സ് ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്സ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സിനാപ്സ് 2 ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനും ഉണ്ട്. ഒരു ന്യൂറോണിൻ്റെയും മസിൽ സെല്ലിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനും സിനാപ്സ് എന്നാണ് പറയുന്നത്. ഒരു ന്യൂറോണിൻ്റെയും ഗ്ലാൻഡുലാർ സെല്ലിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനും സിനാപ്സ് എന്നാണ് പറയുന്നത്. സോ എത്രയാണ് 3 ടൈപ്പ് സിനാപ്സ്? ന്യൂറോൺ ടു ന്യൂറോൺ, ന്യൂറോൺ ടു മസിൽ സെൽ, ന്യൂറോൺ ടു ഗ്ലാൻഡുലാർ സെൽസ്. ഇതാണ് 3 ടൈപ്സ് ഓഫ് സിനാപ്സ്. ഇനി നമ്മളുടെ ന്യൂറോണിനെ കുറിച്ചാണ് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സെൻസറി ന്യൂറോൺ, എന്താണ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നത് സെൻസറി ന്യൂറോണും തിരിച്ച് ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് ക്യാരി ചെയ്യുന്നത് motor neurons ആണ്. So sensory neuron carry impulses to the brain and spinal cord, and motor neuron carry impulses from spinal cord and brain to different parts of body. അതാണ് 2 types of neurons. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് നെർവ്സ്, എത്ര ടൈപ്സ് നെർവ്സ് ഉണ്ടെന്നാണ്. നമ്മൾ ന്യൂറോൺ പറഞ്ഞ പോലെ തന്നെ നെർവ്സ് മെയിൻലി 3 ടൈപ്സ് ആണ് ഉള്ളത്. സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സഡ് നെർവ്സ്. ഇതാണ് 3 ടൈപ്സ് നെർവ്സ്. സെൻസറി നെർവ്സ് നമ്മൾ നോർമൽ മുമ്പ് ന്യൂറോൺസ് പറഞ്ഞ പോലെ തന്നെ ക്യാരി ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസിനെ എത്തിക്കുന്ന നെർവ്സ് ആണ് സെൻസറി നെർവ്സ്. തിരിച്ച് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്നും തിരിച്ച് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് ഇമ്പൾസിനെ എത്തിക്കുന്നതാണ് മോട്ടോർ നെർവ്സ്. അപ്പോൾ മിക്സഡ് നെർവ്സ് എന്താണ് നമുക്ക് തന്നെ പറയാം. രണ്ടിൻ്റെയും കോമ്പിനേഷൻ. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ഇമ്പൾസിനെ എത്തിക്കാനും കഴിവുണ്ട്, അതുപോലെ ബ്രെയിനിൽ നിന്നും തിരിച്ച് ഇമ്പൾസിനെ കൊണ്ടുപോകാനുമുള്ള കഴിവ് ഈ നെർവ്സിനുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്? സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സഡ് നെർവ്സ്. സെൻസറി നെർവ്സ് ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു, പിന്നെ ബ്രെയിനിൽ നിന്ന് റെസ്പോൺസ് എല്ലാം വന്നിട്ട് തിരിച്ച് ബ്രെയിനിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് എത്തിക്കുന്നത് മോട്ടോർ നെർവ്സ്. മിക്സഡ് നെർവ്സ് ബോത്ത് നെർവ്സിൻ്റെ പെക്യുലാരിറ്റീസ് ഉള്ളതാണ്. അതെന്താ ചെയ്യുന്നത്? ക്യാരീസ് ഇമ്പൾസസ് ടു ബ്രെയിൻ ആൻഡ് ഫ്രം ബ്രെയിൻ. അതാണ് 3 ടൈപ്സ് ഓഫ് നെർവ്സ്. അപ്പം
നമ്മൾ ഇന്ന് ജസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ജനറേഷൻ, എങ്ങനെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്, എന്താണ് സിനാപ്സ്, പിന്നീട് എത്ര ടൈപ്സ് നെർവ് സെൽസ് ഉണ്ട്, ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ ഇനി തുടങ്ങാൻ പോകുന്ന നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം, അപ്പോൾ അതിൻ്റെ പാർട്സ്, പിന്നെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, അങ്ങനെയാണ് ടോപ്പിക്സ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക് ഇടാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പം ബാക്കി ക്ലാസ്സസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.